പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് പൈനാപ്പിൾ ഇങ്ങനെ റൗണ്ടായി കട്ട് ചെയ്തു. ഇനി ഇത് വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. പൈനാപ്പിൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. സ്റ്റൗ കത്തിച്ചിട്ട് ഒരു ഉരുളി വെച്ചു. ഉരുളി എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല ചൂടുണ്ടാവും ഉരുളിക്ക്, അപ്പോൾ പെട്ടെന്ന് നമുക്ക് കാരമലൈസ് ചെയ്ത് കിട്ടും. അപ്പോൾ അതിൽ ഈ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിള് 2 കപ്പ്, പിന്നെ ഒരു 3 കപ്പ് ഏകദേശം നിറച്ചുകൊണ്ട്. മൂന്ന് കപ്പോളം നിറയെ പൈനാപ്പിൾ പീസസ് ഉണ്ട്. അതിലേക്ക് ഒരു വലിയ കപ്പ് ഷുഗർ ഇട്ടിട്ട് കാരമലൈസ് ചെയ്തെടുക്കുക. കപ്പ് ഷുഗർ ഇട്ടിട്ട് നന്നായിട്ടിത് കാരമലൈസ് ചെയ്തെടുക്കുക. ഇതിന് കുറച്ച് മധുരം കുറവുമാതിരി തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു വലിയ കപ്പ് എടുക്കുന്നത്. ഇത് നന്നായിട്ട് ഈ പഞ്ചസാരയിൽ കാരമലൈസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കുക, കാരണം പുഡിങ്ങിന് നല്ല മധുരം വേണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മധുരം കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർക്കുക. 100 ഗ്രാം ചൈന ഗ്രാസ് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കുതിരാൻ വെച്ചു. ഇനി ഇത് നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമുക്ക് തിളപ്പിച്ചെടുക്കാം. റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. ഈ പൈനാപ്പിൾ പുഡിങ്ങൊക്കെ നല്ല ടേസ്റ്റിയാണ്, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് ഉണ്ടാക്കാം. എന്തോ ഇപ്രാവശ്യം കിട്ടിയ പൈനാപ്പിൾ അത്ര സ്വീറ്റ് അല്ല, എന്നാലും നല്ല ടേസ്റ്റുണ്ട്. നമ്മൾ കാരമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടാവും. ഒരു പണി മാത്രം കുറച്ച് നേരം ഉണ്ട്, അതുകൊണ്ടാണ് ഉരുളി എടുത്തത്. ഉരുളി ആകുമ്പോൾ നല്ല ചൂടുണ്ടാവും, പെട്ടെന്ന് അത് കാരമലൈസ് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി. ഇതിൽ കുറേ വെള്ളം ഉണ്ടായിരുന്നു, വെള്ളമായിട്ട് ഇപ്പം അത്ര സീസണലെല്ലാം തോന്നും, അതുകൊണ്ടാണ് ഇതിന് അത്ര മധുരം കേട്ടത്. പക്ഷെ എന്നാലും അതിൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ടാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു പാല് തിളപ്പിക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് നന്നായി തിളക്കട്ടെ. അതിന് ശേഷം നമുക്ക് ചൈന ഗ്രാസ്, കുതിർത്ത് വെച്ച ചൈന ഗ്രാസും ഒന്ന് ചൂടാക്കണം. അത് കംപ്ലീറ്റായിട്ട് ഡിസോൾവ് ആവണം. ഇതാ കിട്ടിയത്. പിന്നെ ഇത് 50 ഗ്രാംസിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് 10 ഗ്രാംസ് ഞാൻ മാറ്റിയെടുത്തിട്ട് വെള്ളത്തിൽ കുതിരാൻ വെച്ചു. ഓൾമോസ്റ്റ് ഏകദേശം അത് കുതിർന്ന് ശരിയായി. ഇനി നമുക്ക് ചൂടാക്കി. ഉരുളിയിലായതുകൊണ്ട് എത്ര ക്ഷണം കൊണ്ട് ഇതായി കിട്ടുന്നുണ്ടെന്നറിയോ. മറ്റേ സാധാരണ ഇതാണെങ്കിൽ ഒരുപാട് നേരം എടുക്കും. ഉരുളിയിലായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതായിട്ട് കിട്ടി, കാരമലൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് മാറ്റാം. വയ്ക്കുന്ന പാത്രം ഇതാണ്, കുറച്ച് വലിയ ട്രേ ആണത്, അതിലേക്ക് മാറ്റാം നമുക്ക്. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എത്ര ക്ഷണം കൊണ്ട്, ഉരുളിയിലായതുകൊണ്ടേ പെട്ടെന്ന് നമുക്ക് കാരമലൈസ് ചെയ്ത് കിട്ടി, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും. പെട്ടെന്ന് കരിയാനും ചാൻസ് ഉണ്ട്, വളരെ ശ്രദ്ധിക്കണം. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ചെയ്ത പൈനാപ്പിൾ പീസസ് ആണിത്. ഇതിലേക്ക് ഞാൻ ഒരു കിലോ, ഏകദേശം 1 കിലോ ഉള്ള പൈനാപ്പിളാണ് എടുത്തത്. അതിന് മധുരം ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് മധുരം ചേർത്തത്. കാരമലൈസ് ചെയ്ത് സെറ്റായി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രത്തേക്കുള്ളിലാണ് നമ്മൾ ആ കസ്റ്റേർഡ് മിക്സ്ചർ ഒഴിക്കുക. പാല് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ചൈന ഗ്രാസും മിക്സ് ആകുന്നു.
തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ചൈന ഗ്രാസും ഒരു നന്നായി മെൽറ്റായിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് പാലിലേക്ക് നമുക്ക് ഒഴിക്കാം. പാലിലേക്ക് അരിച്ചിട്ട് ഒഴിക്കണം. കട്ടകളൊന്നുമില്ലാതെ അരിച്ചിട്ട് നന്നായി ഇതിലേക്ക് മിക്സ് ചെയ്യുക. തിളക്കട്ടെ, നന്നായി തിളച്ചുകൊണ്ടിരിക്കട്ടെ. തിളച്ചിട്ട് ഒന്ന് കുറുകണം. ഇനി ഇതിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിക്കാം. ഒരു 200 ഗ്രാംസിൻ്റെയാണ് വേണ്ടത്. ഇത് കുറച്ചധികം ഉണ്ട്. ഇത് ഇപ്പോൾ 300 ഒക്കെ ഉണ്ടാവും. അപ്പോൾ മുഴുവൻ ഞാൻ എടുക്കണില്ല, കുറച്ചേ എടുക്കുന്നുള്ളൂ. നന്നായി ഒഴിച്ച് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. പാത്രം കുറച്ച് ചെറുതായിപ്പോയി, എന്നാലും സാരില്ല, നമുക്ക് കുറുക്കിയെടുക്കാനുള്ളതാണ്. ഈ സമയത്ത് മധുരം ഉണ്ടോ എന്നൊക്കെ നോക്കുക. മധുരം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഷുഗർ ഇട്ടിട്ട് വീണ്ടും കുറുക്കിയെടുക്കുന്നതാണ്. നന്നായിട്ട് മിക്സ് ആവട്ടെ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടു. അപ്പോൾ അത് ഒന്നും കൂടി സ്വീറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ അതൊരു അത്രയൊരു ടേസ്റ്റി ആയിട്ട് തോന്നില്ല. 2 വലിയ പാത്രത്തിലേക്ക് മാറ്റി. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് തിക്കായിട്ട് വരുന്നുണ്ട്. നല്ല ഇതായി. അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റി. മറ്റേത് കുറച്ച് പാത്രം ചെറുതായിരുന്നല്ലോ. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് സൗകര്യത്തിനും ചെയ്യാവുന്നതാണ്. ആ പാത്രം കുറച്ച് ചെറുതായിട്ട് നല്ലൊരു തിക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, തിക്കായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് കുറുകി കഴിഞ്ഞിട്ട് നമുക്ക് കാരമലൈസ് ചെയ്ത പൈനാപ്പിൾ പീസസിലേക്ക് ഒഴിക്കാം. നന്നായി കുറുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ റെസിപ്പീസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. മെല്ലനെ സെറ്റായിട്ടുള്ളത് ചൂടാറിയതിന് ശേഷം ഈ കസ്റ്റേർഡ് ഇതിൻ്റെ മുകളിൽ അങ്ങനെ ഒഴിക്കുക. തിളച്ച ഉടനെ ഒഴിക്കരുത്, കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കാൻ പാടുള്ളൂ. തിളച്ച ഉടനെ ഒഴിക്കുമ്പോൾ പൈനാപ്പിൾ പീസസ്, കാരമലൈസ് ചെയ്ത പൈനാപ്പിൾ പീസസിൻ്റെ മുകളിലേക്ക് ഒഴിക്കും. ഇത് സെറ്റാവാൻ നമുക്ക് വയ്ക്കാം. കുറച്ച് നേരം തണുപ്പത്ത് ഇത് നന്നായിട്ട് സെറ്റാവണം. ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കടലമുട്ടായി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ പുഡിങ്ങിൻ്റെ മുകളിലിട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. കടലമുട്ടായി ഒന്ന് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ച് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യും. സെറ്റാവുന്നതിൻ്റെ മുമ്പ് ഇതിൻ്റെ മുകളിൽ നമുക്ക് സ്പ്രെഡാക്കിയിടാം. സെറ്റാവട്ടെ.
സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. നല്ല പുഡിംഗ് അസലായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്ത് ഉപയോഗിക്കും.